Better place for better looks. അടിമുടി മാറാൻ വടക്കാഞ്ചേരിയിലെ ആദ്യത്തെ ബ്യൂട്ടി പാർലർ ഇപ്പോഴിതാ ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വടക്കാഞ്ചേരിയിൽ 30 years of legacy. All types of hair treatment, haircut, kids haircut, pedicure and manicure, dandruff treatment, bridal makeup and makeover. Better place for better look. Diana Beauty Care, Ashtapati Complex, Purayoram, വടക്കാഞ്ചേരി. Mobile number 9633592827. നമസ്കാരം, എനിടൈം ന്യൂസിലേക്ക് സ്വാഗതം. വടക്കാഞ്ചേരി നഗരസഭയിൽ കോടികളുടെ തട്ടിപ്പ് നടന്നുവെന്ന ഒരു വിഭാഗം UDF പ്രവർത്തകരുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ ഷീല മോഹനൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല BIM എന്നിവർ പറഞ്ഞു. കഴിഞ്ഞ 8.5 വർഷത്തിനിടയിൽ വടക്കാഞ്ചേരി നഗരസഭയിൽ 60 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി. നഗരസഭയിൽ വിവിധ ഓഡിറ്റുകൾ നടക്കാറുണ്ട്. 13-ലധികം തരം ഓഡിറ്റുകൾ നഗരസഭയിൽ നടക്കുന്നുണ്ട്. ഓഡിറ്റ് സംവിധാനം എന്നത് ഒരു തിരുത്തൽ പ്രക്രിയയാണ്. സാധാരണഗതിയിൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തുന്ന അപാകതകൾക്കെല്ലാം പരിഹാരവും പൂർണ്ണതയും ഉണ്ടാകുന്നതാണ്. ഓഡിറ്റ് വേളയിൽ ബന്ധപ്പെട്ട ഫയലുകളോ രജിസ്റ്ററുകളോ പരിശോധിച്ച് അതിനകത്ത് കുറവ് വരുന്ന രേഖകളുണ്ടെങ്കിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഓഡിറ്റ് എൻക്വയറി നടത്താറുണ്ട്. അപാകതകൾ പരിഹരിക്കാറുമുണ്ട്. അമ്മമാർക്ക് ജിംനേഷ്യത്തിനായി 14 ലക്ഷം രൂപ ചിലവഴിച്ച് പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല എന്ന ആരോപണം തെറ്റാണ്. ആര്യമ്പാടത്തും മീണാലൂരും കുമരനെല്ലൂരും ജിംനേഷ്യം ക്ലാസുകൾ നടന്നു വരുന്നുണ്ട്. വടക്കാഞ്ചേരി പുഴ നവീകരണത്തിനായി 10 ലക്ഷം രൂപ ചിലവഴിച്ചു. വടക്കാഞ്ചേരി പുഴ നവീകരിച്ചതിനാൽ ടൗണിലെ വെള്ളക്കെട്ട് ഒഴിവായി. വസ്തുതകൾ ഇല്ലാത്ത ആരോപണങ്ങളാണ് പ്രതിപക്ഷം നടത്തുന്നത്. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് സുരേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വടക്കാഞ്ചേരി നഗരസഭയിലെ എത്ര വിഭാഗമാണ് എന്ന് എനിക്കറിയില്ല. ഒരു കൂട്ടം കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ ഉന്നയിച്ചിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ. ഓഡിറ്റിങ് 13 തരം ഓഡിറ്റിങ്ങുകൾ വടക്കാഞ്ചേരി നടക്കുന്നുണ്ട്. നഗരസഭയിലും അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട്. പെർഫോമൻസ് ഓഡിറ്റ് ഉണ്ട്, AG ഓഡിറ്റ് ഉണ്ട്, ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഉണ്ട്, സ്റ്റേഷനറി ഓഡിറ്റ് ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഓഡിറ്റ് ഉണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏകദേശം 13-ലധികം തരം ഓഡിറ്റുകൾ വടക്കാഞ്ചേരി നഗരസഭയിലും അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സാധാരണയായിട്ട് നടക്കാറുണ്ട്. ഈ ഓഡിറ്റുകളിലൊക്കെ തന്നെ കണ്ടെത്തുന്ന പോരായ്മകൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നമ്പർ എഴുതിയില്ലെങ്കിൽ അത് പോരായ്മയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും വൗച്ചർ കിട്ടിയില്ലെങ്കിൽ അത് പോരായ്മയാണ്. ആ പോരായ്മകളൊക്കെ തന്നെ യഥാസമയത്ത് തീർക്കാനും യാതൊരു ലേബിലിറ്റിയും ഇല്ലാതെ ഈ കാലഘട്ടം എന്ന് പറഞ്ഞ 8 വർഷക്കാലത്തെ കാലഘട്ടത്തിനിടയ്ക്ക് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കോ സെക്രട്ടറിക്കോ യാതൊരു ലേബിലിറ്റിയും ഇല്ലാതെ വടക്കാഞ്ചേരിയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള രേഖകളും കൃത്യമായിട്ടുള്ള റെസീറ്റുകളും പദ്ധതി വിഹിതമായി ലഭിക്കുന്ന ഫണ്ടും ഓൺ ഫണ്ടായി ലഭിക്കുന്ന ഫണ്ടും അതോടൊപ്പം തന്നെ നമുക്ക് മറ്റ് ഇനത്തിൽ വിവിധ ഏജൻസികളുടെ ഭാഗമായിട്ട് ലഭിക്കുന്ന ഫണ്ടുകളൊക്കെ തന്നെ വളരെ കൃത്യതയോടുകൂടി വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഓഡിറ്റിൽ ഒരുപാട് കോടികൾ ഒഴുകും. അപ്പോൾ ബഹുമാനപ്പെട്ട SA ആസാദ് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഏകദേശം 12 വർഷക്കാലം ഇവിടെ ഭരിച്ചപ്പോൾ ഒരു കുറി എഴുതിയിട്ടില്ല എന്നാണ് നമ്മുടെ ധാരണ. ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കുറവുകൾ കണ്ടെത്തില്ല. ആ കുറവുകൾ നികത്തുക എന്നുള്ളതാണ്. ഇന്നതാ റെസീറ്റിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിൽ കുറവുകൾ നികത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ വടക്കാഞ്ചേരി പുഴയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പദ്ധതി, 10 ലക്ഷത്തിൻ്റെ പദ്ധതി 2020-21 വർഷക്കാലത്താണ് ആരംഭിച്ചത്. 10 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് ആ പദ്ധതി. പദ്ധതി സന്ദീപ് എന്ന് പറഞ്ഞ കോൺട്രാക്ടറാണ് എടുത്തിട്ടുള്ളത്. ജനകീയമായിട്ടാണ് ആ പരിപാടി നമ്മൾ നടത്തിയത്. അപ്പോൾ ജനകീയമായി നടത്തിയപ്പോൾ ഏകദേശം 5 ലക്ഷം രൂപയോളം ജനങ്ങൾ പുഴയോ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭിച്ചു. അപ്പം ജനങ്ങൾ തന്ന സംഭാവനയ്ക്ക് GST നമ്മൾ ഏർപ്പെടുത്തിയില്ല, 1 കോടിയാണ്. ജനങ്ങൾ തന്ന ഫണ്ടിന് എങ്ങനെ സംഭാവന ഏർപ്പെടുത്താൻ വേണ്ടി കഴിയുക? അന്നത്തെ കളക്ടറുടെ അനുമതിയോട് കൂടിയാണ് പുഴ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനകീയമായി വ്യാപാരികളും വ്യവസായികളും
ജനങ്ങളും സന്നദ്ധ സംഘടനകളും ഒക്കെ തന്നെ സഹായത്തോടെ നിങ്ങൾക്കറിയാം 2020 കാലഘട്ടത്തിൽ അന്ന് എല്ലാവരെയും അന്നത്തെ മന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ്റെ സഹായത്തോടു കൂടി വടക്കാഞ്ചേരിയിലെ വ്യാപാരികൾ അരി തന്ന് സഹായിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ നമ്മൾ ഈ ചെലവിലെ ഉൾപ്പെടുത്തി ചെയ്യുന്ന ഒരു സംഗതികളാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് GST ഏർപ്പെടുത്തിയില്ല, സംഭാവന തരുന്നതിന് GST ഏർപ്പെടുത്തിയില്ല എന്നുള്ള ഒരു കുറി അത് കളക്ടർ അനുമതിയോടുകൂടി നമ്മൾ ഈ പരിപാടി ചെയ്യാണ്. അപ്പോൾ പൊതുവസനം വേറൊരു ആരോപണം ഉന്നയിച്ചത് ഓപ്പൺ ജിം നഗരസഭയിൽ അടുത്ത ഘട്ടത്തിൽ വിവിധ പദ്ധതികൾ വെച്ചിട്ടുണ്ട്. ഓപ്പൺ ജിമ്മിൻ്റെ പദ്ധതി വെച്ചിട്ടുണ്ട്. ഇപ്പം 3 സ്ഥലത്ത് ഈ പദ്ധതി നടപ്പിലാക്കിയ എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് അതിന് ഉത്തരവാദി? എനിക്ക് മനസ്സിലാവുന്നില്ല. നഗരസഭയ്ക്കകത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ നഗരസഭയുടെ കൗൺസിലിൻ്റെ അംഗീകാരത്തോടു കൂടിയാണ് നടപ്പിലാക്കുന്നത്. ഇത്ര ശതമാനം നമുക്ക് പരിപൂർണമായി എക്സ്പെൻഡിച്ചർ ആക്കാൻ വേണ്ടി കഴിയുന്നു. ഒരു പൈസ പോലും ലാപ്സാക്കാതെ നഗരസഭയുടെ വികസനത്തിന് വേണ്ടി ഗവൺമെൻറ് തരുന്ന വികസന ഫണ്ട് ഫലപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കാര്യങ്ങൾ നിർവഹിക്കുകയാണ്. അങ്ങനെ നിർവഹിക്കുമ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വർത്തമാനം പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടുമോ? അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന നടപടികളാണ് ഇപ്പോൾ നമ്മുടെ നഗരസഭയ്ക്കകത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ തെറ്റിദ്ധരിപ്പിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം നോക്കിക്കോ. കൗൺസിൽ എന്ന് പറഞ്ഞാൽ UDF എന്ന് പറഞ്ഞ ഇവിടെ 17 പേരുണ്ടെന്നാണ് കണക്ക്. എത്ര കൗൺസിൽമാരിൽ പങ്കെടുത്തു എനിക്കറിയില്ല, മുഴുവൻ ആളുകളില്ല എന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ സമരത്തിന് വേണ്ടി പരസ്പരം 2 വിഭാഗം ആളുകൾ മത്സരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മാർക്കറ്റിലൊരു സമരം കണ്ടു, അതിൽ കുറച്ച് ആൾക്കാരെ കണ്ടില്ല. അപ്പോൾ അതിന് ബദലായി ഇപ്പുറത്ത് വന്ന് നോക്കണു, ഇവിടെ സമരം നടത്തുന്നു. ഇനി മറ്റേ വിഭാഗം വേറെ രീതിയിലുള്ള സമരം നടത്തും. അങ്ങനെ ഇങ്ങനെ ആക്ഷേപങ്ങളും അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.